ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരമ രവ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. കുംഭകർണവധം. സോദരനേവം പറഞ്ഞതു കേട്ടതി ക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൻ. ജ്ഞാനോപദേശമെനിക്കു ചെയ്വാനല്ല, ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും. ബുദ്ധിമാനെന്നതുമിന്നറിഞ്ഞേനഹം, വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി. ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളവുഗ്രനാം കുംഭകർണൻ നടന്നീടിനാൻ. വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘുത്തവൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ. പ്രാകാരവും കടന്നുത്തുംഗശൈല രാജാകാരമോടലറിക്കൊണ്ടതി ദ്രുതം. 1000 ഭാരമിരുന്നുകൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു. വാനരസേനയിൽ പുക്കോരു നേരത്തു വാനരവീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവു കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു. വമ്പുള്ള രാക്ഷസനേവനിവൻ പരകമ്പരത്തോളമുയരമുണ്ടദ്ഭുതം. യുദ്ധം രഘുത്തമൻ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനെത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവകുലാന്തകൻ നിദ്രാവശനിവനാവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ഛയാ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ഭ്രാതാവിഭീഷണൻ ഞാൻ ഭവദ്ഭക്തിമാൻ, പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചേ. ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടു മടുത്തതു കണ്ടു ഞാൻ. ഭീതനായി 4 അമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേ. യുദ്ധം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൻ അനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു, ധന്യനല്ലോ ഭവാനില്ലകില്ലേതുമേ. ജീവിച്ചിരിക്ക പല കാലമൂഴിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിഞ്ഞു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും. നാരായണ പ്രിയനെത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. മായാമയമി പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ
രാമപാദാന്തികേ എന്നതു കേട്ടഭിവാദ്യവും ചെയ്തതിഖിന്നനായി ബാഷ്പവും വാർത്തുവാങ്ങിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താ വിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കുന്തശാന്തരേ. ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചടുത്തുകൂടാഞ്ഞു കപികളും ഓടിത്തുടങ്ങിനാർ നാനാദിഗന്ധരേ. മത്തഹസ്തീന്ദ്രനെപ്പോലെ കപികളെ 100,000 കൊന്നാനരക്ഷണാൽ. മർക്കടരാജനതു കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞതു മാറിൽ തടുത്തവൻ. കുത്തിനാൻ ശൂലമെടുത്തതുകൊണ്ടതേ വിത്രസ്തനായി വീണു മോഹിച്ചിതർക്കജൻ. അപ്പോൾ അവനെയും മൂക്കോടെടുത്തുകൊണ്ടുൽപ്പന്നമോദം നടന്നു നിശാചരൻ. യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം മഹത് പ്രാസാദമേറി നിന്നാരൂഢമോദം പനീനീരിൽ മുക്കിയ. മാല്യങ്ങളും കളഭങ്ങളും തൂകിനാരാലസ്യമാശു തീർന്നിടുവാനാദരാൽ. മർക്കടരാജനതേറ്റു മോഹം വെടിഞ്ഞുൽക്കടരോഷേണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ടന്തരീക്ഷേ പാഞ്ഞുപോനാനതിദ്രുതം. ക്രോധവുമേറ്റം അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടെത്തി സന്നദ്ധനായടുത്തു സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാരബാടഗണം പൊഴിച്ചിടിനാൻ. 100,000 വാനരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കുമവനുടൻ. കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങുമവൻ തഥാ. രക്ഷോവരനുമന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെയുപേക്ഷിച്ചു സത്വരം. രാഘവൻ തന്നോടടുത്താനതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേതാശു ഖണ്ഡിക്കയാൽ. യുദ്ധാംഗണേ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടു മരിച്ചിതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ. ഇന്ദ്രാസ്ത്രമെയ്തു ഖണ്ഡിച്ചാനതു വീണുമിന്ദ്രാദികൾ പലരും മരിച്ചിടിനാൻ. ബദ്ധകോപത്തോടലറിയടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം. അർദ്ധചന്ദ്രാകാരമായ 2 അമ്പുകൊണ്ടു തുംഗപാദങ്ങളും മുറിച്ചിടിനാൻ. വക്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കും നേരം. പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിടിനൂരസ്ത്രമെയ്തുത്തമാങ്കത്തെയും ഖണ്ഡിച്ചു വൃത്രാരി താനും തെളിഞ്ഞാനതു നേരം. ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞഭിയിൽ വീണിതു ദേഹവുമന്നേരം. നാരദസ്തുതി. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യഗയക്ഷഭുജംഗ ഖഗപ്സരോ വൃന്ദവും. കിന്നരചാരണ കിം പുരുഷന്മാരും പന്നഗതാപസദേവ സമൂഹവും. പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാർ ചിത്പുരുഷം പുരുഷോത്തമമദ്വയം. ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമൻപോടവതരിച്ചിടിനാൻ.
രാമം ദശരഥനന്ദനമുത്പലശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷപൂർണസമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മാ രാമമാമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ സീതാപതേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണ നിരാധാര നമോസ്തുതേ വിശ്വസാക്ഷിം പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിദ്ഘനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലന കാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷപ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമഃ യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയാ തത്സ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം ചിത്സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമഃ ത്വത്പ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വദ്ബോധമുണ്ടായി വരികയുമില്ലല്ലോ ത്വത്പാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിന്നിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിത്പുരുഷ പ്രഭോ നിൻ കൃപാവൈഭവമെപ്പോഴുമെന്നുള്ളിൽ വാഴ്ക ജഗത്പതേ കോപകാമദ്വേഷ മത്സര കാർപ്പണ്യ ലോഭമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ ത്വത്കഥാപീയൂഷപാനവും ചെയ്തുകൊണ്ടുൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം ത്വത്പൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്ര രഘുകുല നായക രാജീവലോചന രാമാ രമാപതേ പാതിയും പോയിതു ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലുമായോധനെ
പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു, മാനവവീര ജയിക്ക ജയിക്ക നീ. യുദ്ധം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും തഥാ. രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാനന്നേരം. കുംഭകർണവധം. സോദരൻ ഏവം പറഞ്ഞതു കേട്ട് അതിക്രോധം മുഴുത്തു. യുദ്ധം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ട് ഉപദേശം ചെയ്യുകയാണ് കുംഭകർണൻ. അത് കേട്ടിട്ട് അതിക്രോധം മുഴുത്ത് ദശാസ്യനും ചൊല്ലിനാൻ. ഉപദേശങ്ങൾ കേട്ട് കേട്ട് ദശാസ്യന്റെ ചെവി പൊട്ടാറായി. ജ്ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തി, ഇതിനല്ല ഞാൻ നിന്നെ ഉണർത്തിയത്. യഥാസുഖം നിദ്രയെ സേവിച്ചുകൊള്ളുക. ഇതിലും നല്ലത് നീ ഉറങ്ങുന്നത് തന്നെയായിരുന്നു. നീ എത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞേനഹം. എന്തായാലും ഈ ഉപദേശത്തിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി, നീ മഹാജ്ഞാനിയാണ്, ബുദ്ധിമാനാണ് എന്നൊക്കെ മനസ്സിലായി. എന്തായാലും ഈ ഉപദേശമൊക്കെ ഞാൻ കേട്ടിരിക്കാം. എപ്പോൾ? വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാം. ഇനി ഖേദമകന്ന് സുഖിച്ചു വാഴുന്ന നാൾ. ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ സുഖമായിട്ടിരിക്കുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. അപ്പോൾ വന്നിട്ട് എന്നെ ഉപദേശിച്ചു തന്നാൽ മതി. ആമെങ്കിൽ ആശ ചെന്ന് ആയോധനം ചെയ്ത് രാമാദികളെ വധിച്ചു വരിക നീ. പറ്റുമെങ്കിൽ പോയി രാമനെയും മറ്റു കൂട്ടരെയും കൊന്നിട്ട് വാ. അല്ലാതെ എനിക്ക് ഉപദേശം ഇനിയും കേൾക്കേണ്ടതില്ല. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളവ് ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ. ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് കുംഭകർണനും മനസ്സിലായി. എങ്കിൽ പിന്നെ യുദ്ധം ചെയ്തിട്ട് വരാം. വ്യഗ്രവും കൈവിട്ട് യുദ്ധേ രഘൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ. കുംഭകർണനും അതേ ചിന്താഗതിയാണ്. രഘുവരൻ എന്നെ കൊല്ലുകയാണെങ്കിൽ എനിക്ക് മോക്ഷം കിട്ടുമല്ലോ, അതാണ് ഏറ്റവും എളുപ്പം, എനിക്കത് കിട്ടുമെങ്കിൽ അതാണ് നല്ലത് എന്ന് ഓർത്ത് പ്രാകാരവും കടന്ന് മതില് കടന്ന് ഉത്തുംഗ ശൈലരാജാകാരം, ശൈലരാജൻ പർവ്വതരാജന് തുല്യമായിട്ടുള്ള അത്രയും ഉയരവും തടിയും വണ്ണവും ഒക്കെയുള്ള ഒരു രാക്ഷസനാണ് കുംഭകർണൻ. 1000 ഭാരം ഇരുമ്പ് കൊണ്ടുള്ള തന്നായുധം, 1000 ഭാരം അത്രയും ഭാരമുള്ള ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ശൂലം, അതാണ് കുംഭകർണന്റെ പ്രധാന ആയുധം. അത് കൈക്കൊണ്ട് വാനരസേനയിൽ പൂക്കോരു നേരത്ത് വാനരവീരരെല്ലാരും ഓടിനാർ. കുംഭകർണന്റെ വരവ് കണ്ടിട്ട് തന്നെ വാനരന്മാരൊക്കെ ഓടാൻ തുടങ്ങി. കുംഭകർണൻ തൻ വരവ് കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോട്, വമ്പുള്ള രാക്ഷസൻ ഏവനിവൻ പറകമ്പരത്തോളം ഉയരമുണ്ടദ്ഭുതം. ശ്രീരാമചന്ദ്രൻ വിഭീഷണനോട് ചോദിക്കുകയാണ്, ഇതാരാണ്? ഇതുവരെ വന്ന രാക്ഷസന്മാരുടെ ഇരട്ടി വലുപ്പവും ഒക്കെയുള്ള ഇവൻ ആരാണ്? അമ്പരത്തോളം ഉയരമുണ്ട്, ആകാശത്തോളം ഉയരമുണ്ടല്ലോ, അദ്ഭുതം തന്നെ. യുദ്ധം രഘൂത്തമൻ ചോദിച്ചളവ് അതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജൻ, എന്റെ ജ്യേഷ്ഠനാണ്. ശക്തിമാൻ, ബുദ്ധിമാൻ, അറിവുള്ളവനാണ്. ദേവകുലാന്തകൻ, നിദ്രാവശൻ ഇവൻ, ആവതെല്ലാവർക്കും ഏറ്റാൽ ജയിച്ചിടുവാൻ. ഇവൻ നിദ്രാവശനാണ്. അത് ഒരു വരത്താൽ അബദ്ധം പറ്റിപ്പോയതാണ്. അങ്ങനെ 6 മാസം ഉറക്കവും 6 മാസം ഉണർവും ആണ് കുംഭകർണന്റെ ഒരു രീതി. അങ്ങനെ നിദ്രാവശനിവനാണ്. പക്ഷേ അവൻ യുദ്ധത്തിൽ വരികയാണെങ്കിൽ അവനെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ഛയാ. വിഭീഷണൻ മര്യാദ മറക്കുന്നില്ല. പോയി പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ജ്യേഷ്ഠനായ കുംഭകർണന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭ്രാതാ വിഭീഷണൻ, ഞാൻ ഭവത് ഭക്തിമാൻ, അങ്ങയോട് എനിക്ക് ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. പ്രീതി പൂണ്ട് എന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവനെന്ന് ഞാൻ ആദരപൂർവം ആവോളം അപേക്ഷിച്ചേൻ.
ഖഡ്ഗവും കൈക്കൊണ്ട് നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തത് കണ്ട് ഞാൻ. എന്നെ കൊല്ലാൻ വന്നപ്പോഴാണ് ഞാൻ ഭീതനായി 4 അമാത്യന്മാരുമായി പോന്ന് സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. യുദ്ധം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്ത് പുണർന്നാൻ അനുജനെ. പിന്നെ പുറത്ത് തലോടി പറഞ്ഞിതു, ധന്യനല്ലോ ഭവാൻ, ഇല്ല അഖിലേതുമേ അതിനൊരു വിഷമവുമില്ല, നീയാണ് ധന്യൻ. ജീവിച്ചിരിക്ക പല കാലം ഊഴിയിൽ, ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ സാധിക്കട്ടെ, അത്രയും കാലം സേവിച്ചുകൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന് നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും. ഭഗവാന്റെ ഉത്തമ ഭക്തനായ നീ ഉണ്ടല്ലോ നമ്മുടെ വംശത്തിൽ ബാക്കിയായിട്ട്, അങ്ങനെ ഉണ്ടാകും. നീയാണ് ഈ വംശത്തെ രക്ഷിക്കേണ്ടവൻ. നാരായണപ്രിയൻ എത്രയും നീ എന്ന് നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. അന്ന് നാരദൻ എന്നോട് പറഞ്ഞിരുന്നു, നീ ഭാഗവതോത്തമനായി തീരുന്നവനാണ്. മായാമയം ഈ പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ. അപ്പൊ ഇവിടെ അനുഗ്രഹിച്ചാണ് അയക്കുന്നത് ജ്യേഷ്ഠനായ കുംഭകർണൻ. എന്നത് കേട്ട് അഭിവാദ്യവും ചെയ്ത് അതിഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. വിഭീഷണൻ മറുപക്ഷത്താണെങ്കിലും ഇപ്പോഴും സഹോദരന്മാരോട് അത്രയും സ്നേഹമുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണുനീരോടുകൂടെയാണ് തിരിച്ചു വരുന്നത്. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ. കുറച്ചു നേരം ആ ഒരു വിഷമത്തിൽ തന്നെ ആയിരുന്നു വിഭീഷണൻ. ഹസ്തപാദങ്ങളാൽ മർക്കടവീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. എന്നാൽ കുംഭകർണൻ വന്ന സ്ഥിതിക്ക് യുദ്ധം ചെയ്യുക തന്നെ വേണം. ആദ്യം തന്നെ മർക്കടവീരരെ തന്റെ കൈകൾ കൊണ്ടും കാലുകളെ കൊണ്ടും എല്ലാവരെയും അടിച്ച് അവിടെ തന്നെ കൊന്നൊടുക്കി. പേടിച്ചടുത്തുകൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാർ നാനാദിഗന്തരെ. നാനാദിക്കുകളിലേക്ക് ഓട്ടം തുടങ്ങി വാനരന്മാർ. മത്തഹസ്തീന്ദ്രനെ പോലെ, ഒരു മതയാനയെപ്പോലെ കവികളെ 10,100,000 കൊന്നാൻ അരക്ഷണാൽ, അരനിമിഷം കൊണ്ടാണ് 1,00,000 കവികളെ ഒറ്റയടിക്കൻ കൊന്നത്. മർക്കടരാജൻ അത് കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞത് മാറിൽ തടുത്തവൻ. മർക്കടരാജനായ സുഗ്രീവൻ ഒരു മല പറിച്ചെടുത്ത് എറിഞ്ഞു. പക്ഷെ അത് മാറിൽ വന്നിടത്ത് നിന്ന് തടഞ്ഞു. കുത്തിനാൻ ശൂലമെടുത്തതുകൊണ്ടതി വിത്രസ്തനായി വീണു മോഹിച്ചിതർക്കജൻ. അങ്ങനെ തന്റെ നേരെ വന്ന മലയെ തടുത്തിട്ട് ഒരു ശൂലമെടുത്ത് തിരിച്ച് സുഗ്രീവനെ കുത്തി. അപ്പോൾ വിത്രസ്തനായി വീണു, ബോധരഹിതനായിട്ട് വീണു. അപ്പോൾ അവനെയും ഊക്കോടെടുത്തുകൊണ്ട് ഉൽപ്പന്നമോദം നടന്നു നിശാചരൻ. സുഗ്രീവനെയും തോളിലെടുത്തിട്ട്, അവിടെ മോഹിച്ചു വീണ സുഗ്രീവനെ തോളിലെടുത്ത് ആഘോഷത്തോടുകൂടെ തിരിച്ചു നടന്നു. യുദ്ധേ ജയിച്ച് സുഗ്രീവനെയും കൊണ്ട് നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്ത് നാരീജനം മഹത് പ്രസാദമേറി നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളഭങ്ങളും തൂകിനാർ. ആലസ്യമാശു തീർന്നിടുവാൻ ആദരാൽ. ആദ്യമായിട്ടാണ് ഒരു രാക്ഷസൻ വന്ന് ജയിച്ചിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ സന്തോഷത്താൽ അവിടുത്തെ നാരികളൊക്കെ പുഷ്പങ്ങളും മറ്റ് സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ തൂകിയിട്ട് കുംഭകർണനെ സ്വീകരിക്കുകയാണ് കൊട്ടാരത്തിലേക്ക്. എന്നാൽ ആ സമയത്ത് മർക്കടരാജൻ അതേറ്റ് മോഹം വെടിഞ്ഞു. എന്നാൽ ഇതൊക്കെ ഏറ്റിട്ട് ഇതിന്റെയൊക്കെ മണം വന്നിട്ട് സുഗ്രീവന്റെ ഒരു ആലസ്യം തീർന്നു. ഉൽക്കടരോഷേന മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ച് ഉടനെ തന്നെ, കാരണം കുംഭകർണന്റെ ചുമലിലാണ് സുഗ്രീവനുള്ളത്, ഉടനെ കുംഭകർണന്റെ മൂക്കും ചെവികളും തന്റെ കൈകളെ കൊണ്ട് മുറിച്ച് കടിച്ച് പറിച്ച് ഇങ്ങോട്ടെടുത്തു. എന്നിട്ട് അന്തരീക്ഷേ പാഞ്ഞു. ഒറ്റ കുതിപ്പാണ് അന്തരീക്ഷത്തിലേക്ക്. അങ്ങനെ പോന്നാൻ അതിദ്രുതം തിരിച്ചു വാനരസേനയിലേക്ക് സുഗ്രീവൻ വന്നു. ക്രോധവും ഏറ്റം അഭിമാനഹാനിയും, വലിയ ജയത്തിൽ ജേതാവായിട്ട് വന്നതായിരുന്നു. അപ്പോഴാണ് സുഗ്രീവന്റെ ഈ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആക്രമണം. അപ്പോൾ വല്ലാത്തൊരു നാണക്കേടായി. അതുകൊണ്ട് തന്നെ ക്രോധം ഇരട്ടിച്ചു, ഭീതിയും ഉൾക്കൊണ്ടു, പേടിയുമായി. കാരണം വിചാരിച്ചതുപോലെയല്ല. അങ്ങനെ ഈ മൂക്കും ചെവിയുമൊക്കെ മുറിഞ്ഞിട്ട് രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടതി സന്നദ്ധനായെടുത്തു സുമിത്രാത്മജൻ. ലക്ഷ്മണനെടുത്തു. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം. എന്നാൽ
കുംഭകർണൻ ഒരു പർവ്വതം പോലെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പർവ്വതത്തിന്റെ മുകളിൽ മഴ പെയ്താൽ എങ്ങനെയോ അതുപോലെയാണ് ഈ കുംഭകർണന്റെ മേൽ വീഴുന്ന അസ്ത്രവർഷങ്ങളൊക്കെ തന്നെ. ദുർവാര ബാണഗണം പൊഴിച്ചിടിനാൻ, തടയാൻ സാധിക്കാത്ത ബാണഗണം തുടരെ അയച്ചുകൊണ്ടേയിരുന്നു. 100,000 വാനരന്മാരെയും വക്ത്രത്തിലാക്കി അടയ്ക്കും അവനുടൻ. കുംഭകർണൻ ചെയ്യുന്നത് 100,000 വാനരന്മാരെ ഒറ്റയടിക്ക് കയ്യിലേക്ക് എടുത്തിട്ട് വായിലേക്ക് ഇടുകയാണ്. എന്നാൽ ആ വാനരന്മാർ കർണനാസാവിലത്തിലൂടെ പുറപ്പെടും. എന്നാൽ ഇവരൊക്കെ തന്നെ കുംഭകർണന്റെ ചെവിയിൽ കൂടെയും മൂക്കിൽ കൂടെയും പുറത്തേക്കും വരും. അങ്ങനെ വളരെ രസകരമായ ഒരു യുദ്ധരംഗമാണ് ഇവിടെ പറയുന്നത്. പിന്നെയും വാരി വിഴുങ്ങും, വീണ്ടും അവരെ തന്നെ എടുത്തു വിഴുങ്ങും അവൻ. തഥാ രക്ഷോവരനും അന്നേരം നിരൂപിച്ചു. അപ്പോൾ കുംഭകർണൻ വിചാരിക്കുകയാണ്, ഇവിടെ നിന്നിങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല, എനിക്ക് ശ്രീരാമചന്ദ്രന്റെ അമ്പേറ്റിട്ടാണ് മരിക്കേണ്ടത്, അതുകൊണ്ട് ഇവരെയൊക്കെ അങ്ങോട്ട് തൽക്കാലം വിട്ടേക്കാം. അതാണ് ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു. ലക്ഷ്മണനാണ് യുദ്ധത്തിന് വന്നത്, പക്ഷെ ലക്ഷ്മണനെ അത്ര ശ്രദ്ധിച്ചില്ല. ലക്ഷ്മണനെ ഉപേക്ഷിച്ച് സത്വരം രാഘവൻ തന്നോടടുത്താൻ, അതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘൂത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമെയ്താശു ഖണ്ഡിക്കയാൽ. കുംഭകർണന്റെ വലത്തെ കൈയും ശൂലവും, അവിടെ പിടിച്ച ശൂലവും ഒക്കെ രാഘവൻ ശ്രീരാമചന്ദ്രൻ തൽക്ഷണം തന്നെ ബാണമെയ്ത് അതിനെയൊക്കെ ഖണ്ഡിച്ചു. യുദ്ധാംഗണെ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരും ഒട്ടുമരിച്ചിതു. ഒരുപാട് വാനരന്മാർ മരിച്ചു, അതുപോലെ തന്നെ രാക്ഷസരും മരിക്കുന്നുണ്ട്. വാമഹസ്തെ, ഇടത്തെ കൈയിൽ മഹാസാലവും, ഒരു വലിയ സാലവൃക്ഷം കൈക്കൊണ്ട് രാമനോടേറ്റമടുത്തു നിശാചരൻ. കുംഭകർണൻ രാമനോടേറ്റു. ഇന്ദ്രാസ്ത്രമെയ്ത് ഖണ്ഡിച്ചാൻ, അത് വീണും ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ. ഇന്ദ്രാസ്ത്രമെയ്തപ്പോൾ അത് കൊണ്ടിട്ട് ഇന്ദ്രാരികൾ, അതായത് ഒരുപാട് രാക്ഷസന്മാർ കുറെ മരിച്ചു. ബദ്ധകോപത്തോട് അലറിയടുത്തിതു നക്തഞ്ചരാധിപൻ. പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ 2 അമ്പുകൊണ്ട് ഉത്തുംഗപാദങ്ങളും മുറിച്ചിടിനാൻ. വലിയ നീളമുള്ള കാലുകളും കൈകളുമാണ് ഈ കുംഭകർണനുള്ളത്. അത് അർദ്ധചന്ദ്രാകാരമായ ഒരു വില്ലുകൊണ്ട്, ഒരു അമ്പുകൊണ്ട് അത് എല്ലാം മുറിച്ചു കളഞ്ഞു. വക്ത്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം, എന്നിട്ട് തന്റെ വായ ഇങ്ങനെ തുറന്നു പിടിച്ച് ശ്രീരാമചന്ദ്രനെ വിഴുങ്ങാൻ എന്ന പോലെ വന്ന് കുതിച്ചടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചു. ആ വായ നിറയെ അമ്പുകൾ എയ്തു രഘൂത്തമൻ. വൃത്രാരി ദൈവതമായി വിളങ്ങിയിടിനോരസ്ത്രമെയ്ത് ഉത്തമാംഗത്തെയും ഖണ്ഡിച്ചു. വൃത്രാരി ദൈവതമാവുക എന്നാൽ വൃത്രാരിയായ ഇന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്ന അസ്ത്രം ഇന്ദ്രാസ്ത്രം. ഇന്ദ്രാസ്ത്രമെയ്ത് ഉത്തമാംഗത്തെയും ഖണ്ഡിച്ചു. ആ തലയെ അങ്ങോട്ട് അറുത്തു മുറിച്ചു കളഞ്ഞു. അങ്ങനെ വൃത്രാരിതാനും അത് കണ്ടപ്പോൾ ഇന്ദ്രന്റെ മനസ്സ് തെളിഞ്ഞാൻ അതു നേരം. ഉത്തമാംഗം പുരദ്വാരി വീണു, മുറിഞ്ഞബ്ധിയിൽ വീണിതു ദേഹവും അന്നേരം. കുംഭകർണന്റെ ശിരസ് അവിടെ ലങ്കാപുരത്തിന്റെ ദ്വാരത്തിൽ, അവിടെ ആ ഗോപുരദ്വാരത്തിൽ അവിടെ വീണു. ശരീരം അതങ്ങ് മറിഞ്ഞു വീണപ്പോൾ അബ്ധിയിലെത്തി എന്നാണ് പറയുന്നത്. ആ സമുദ്രത്തിലേക്ക് ആ ശരീരം വീണു. അങ്ങനെ കുംഭകർണവധം കഴിഞ്ഞു. ഇത് കണ്ട് നാരദൻ സ്തുതിക്കുകയാണ്. നാരദസ്തുതി. സിദ്ധ ഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷ ഭുജംഗ ഖഗ അപ്സര വൃന്ദവും കിന്നര ചാരണ കിംപുരുഷന്മാരും പന്നക താപസ ദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്തിയാ പുകഴ്ത്തിനാർ. എല്ലാവരും ആ സ്വർഗലോകത്തിലെ വിവിധ ലോകത്തിൽ വാഴുന്ന വിവിധ പ്രകാരത്തിലുള്ള ദേവന്മാരാണ്. ചിത്പുരുഷം പുരുഷോത്തമം അദ്വയം, ചിത് സ്വരൂപനായ ആ ഭഗവാനെ ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥം അൻപോടവതരിച്ചിടിനാൻ. ഭഗവാനെ നേരിട്ട് വന്ന് സ്തുതിക്കാനായിട്ട്, അതാണ് സേവാർത്ഥം, അൻപോട് അവതരിച്ചിടിനാൻ. അപ്പോൾ അവിടെ ഭൂമിയിൽ ശ്രീരാമചന്ദ്രന് കാണുകെ നാരദ മഹർഷി താഴേക്കിറങ്ങി. രാമം ദശരഥനന്ദനം ഉത്പലശ്യാമളം, നല്ല നീലത്താമര പോലെ മനോഹരനായ കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം, പൂർണ്ണചന്ദ്രന്റെ മുഖശോഭയോടുകൂടിയ കാരുണ്യ പീയൂഷ പൂർണ്ണ സമുദ്രം. ഭഗവാന്റെ ആ നോട്ടം കാരുണ്യമാണ്, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ആ നോട്ടം.
മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമം ആത്മാരാമം ആമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപതേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീ പുരുഷോത്തമ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണ നിരാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ട് മായയ മാനുഷ ആകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശ്വനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും ഉള്ളിലെ ജീവസ്വരൂപനായിരിക്കുന്ന ആ പരമാത്മാവാണല്ലോ സുഖം ദുഃഖം ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മായാമനുഷ്യനായി ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി പ്രപഞ്ചരൂപത്തിൽ വ്യക്തനായും പരമാത്മാവിന്റെ രൂപത്തിൽ അവ്യക്തനായും അതിസ്വസ്ഥനായി ഒന്നിലും ആശങ്കയില്ലാത്ത പൂർണ്ണ ബ്രഹ്മസ്വരൂപമായതിനാൽ അതിസ്വസ്ഥനായി നിഷ്കളനായി യാതൊരു വിധത്തിലുള്ള കളങ്കവും ഇല്ലാത്ത, അതായത് അംശം അല്ലെങ്കിൽ ഗുണങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് ഒരു കല ഉണ്ടാകുന്നത്. കളാംശം എന്ന് പറയും. അംശസ്വരൂപങ്ങൾക്ക് ഒരു പൂർണ്ണതയില്ല എന്ന് പറയും. എന്നാൽ യഥാർത്ഥ പരമാത്മ സ്വരൂപം നിഷ്കള പരബ്രഹ്മമാണ്. നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്ത വാക്യാർത്ഥമായി, നിഗമാന്തം വേദാന്തം, ഉപനിഷത്ത് വാക്യാർത്ഥമായി ചിദ്ഘനാത്മാവായി ശിവനായി നിരീഹനായി യാതൊരു ആഗ്രഹങ്ങളുമില്ലാത്തവനായി അങ്ങനെയുള്ള ഭഗവാനെ അങ്ങയുടെ ചക്ഷുരുന്മീലന കാലത്ത് അങ്ങ് കണ്ണു തുറക്കുമ്പോഴാണ് സൃഷ്ടിയും ചക്ഷുർ നിമീലനം കൊണ്ട് സംഹാരവും അങ്ങ് കണ്ണടയ്ക്കുമ്പോൾ ഇവിടെ സംഹാരവും രക്ഷയും നാനാവിധ അവതാരങ്ങളാൽ ഈ ഭൂമിയിൽ അങ്ങ് തന്നെ സൃഷ്ടിച്ച ഈ ഭൂമിയിൽ അസുരന്മാരുടെ ആസുരികമായ അധർമ്മങ്ങൾ വിളയാടുമ്പോൾ ഭഗവാൻ തന്നെ ഓരോ അവതാരങ്ങൾ എടുത്ത് രക്ഷയും ശിക്ഷിച്ച് അങ്ങനെ അവരെ ശിക്ഷിച്ച് ധർമ്മത്തെയും പരിപാലിച്ച് നിത്യം പുരുഷ പ്രകൃതികാലാഖ്യനായി പ്രകൃതി കാല ആഖ്യനായി പുരുഷൻ പ്രകൃതി കാലം ഇങ്ങനെയുള്ള പല പേരിലായി ഭക്തപ്രിയനാം പരമാത്മനേ നമഃ. യാതൊരാത്മാവിനെ കാണുന്നിരെപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയ. ഇവിടെ നിരാശ എന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ആഗ്രഹവും ഇല്ലാത്ത താപസേന്ദ്രന്മാരാണ് ആ ഭഗവാനെ നിത്യവും കാണുന്നത്. തത്സ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം. അങ്ങനെയുള്ള ആ പരബ്രഹ്മസ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം. ചിത്സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധ ജ്ഞാനരൂപിണം സർവലോകാധാരം ആദ്യം, ഇവിടെ ആദ്യമുണ്ടായിട്ടുള്ള സർവലോകത്തിനും ആധാരമായിട്ടുള്ള ഭഗവാനെ നമോ നമഃ. ത്വത് പ്രസാദം കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാൽ ത്വത് ബോധമുണ്ടായി വരികയുമില്ലല്ലോ. ഭഗവാനെ ഞങ്ങളൊക്കെ എത്ര പ്രാർത്ഥിച്ചാലും എത്ര സാധന ചെയ്താലും ഭഗവാന്റെ പ്രസാദം ത്വത് പ്രസാദം കൊണ്ടൊഴിഞ്ഞ് അല്ലാതെ മറ്റൊന്നിനാലും ഭഗവാനെ കുറിച്ചുള്ള സത്യം, അതാണ് ത്വദ്ബോധം, ഉണ്ടായി വരികയുമില്ലല്ലോ. ഭഗവാൻ എപ്പോഴാ പ്രസാദിക്കുക ഒന്നും നമുക്കറിയില്ല. നമുക്ക് സാധന ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. ഭഗവാന്റെ പ്രസാദം എന്നുണ്ടാവുന്നുവോ അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സത്യം പ്രകാശിക്കും. ത്വത്പാദ പത്മങ്ങൾ കണ്ട് സേവിപ്പതിന് ഇപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിത്പുരുഷപ്രഭോ നിൻ കൃപാവൈഭവം. ഇപ്പോഴെനിക്കിങ്ങനെ വന്ന് കാണാൻ സാധിച്ചതും ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം മാത്രമാണ്. എപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗത്പതേ. ഭഗവാനെ ഇതേ രൂപത്തിൽ എന്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു വാഴണമേ ഭഗവാനെ. കോപ കാമ ദ്വേഷ മത്സര കാർപ്പണ്യ ലോഭ മോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ നമ്മുടെ മുക്തിമാർഗത്തിന് തടസ്സം എന്തൊക്കെയാണ്? ആഗ്രഹങ്ങൾ, അതുവഴി കോപമുണ്ടാകുന്നു. ആ കാമം നമുക്ക് ദ്വേഷത്തിന് വഴിവെക്കുന്നു, മറ്റുള്ളവരോട് മത്സരിക്കുന്നു. കാർപ്പണ്യം എന്നാൽ ദാരിദ്ര്യം, അതായത് അറിയേണ്ടത് അറിയാത്തതായിട്ട് ഒരാൾ ഇരിക്കുമ്പോൾ അതാണ് കാർപ്പണ്യദോഷം. ഇത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാർപ്പണ്യദോഷം എന്നതുകൊണ്ട് അജ്ഞാനം എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വേറൊരു തരത്തിൽ കൃപണസ്യ ഭാവം, ദാരിദ്ര്യം, അതായത് ആ ഒരു ജ്ഞാന ദാരിദ്ര്യം എന്ന് എടുക്കാം. അല്ലാത്തത് ആ ദാരിദ്ര്യം കൊണ്ട് അത് ഭക്തിക്ക് തടസ്സമല്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ജ്ഞാനദാരിദ്ര്യം കൊണ്ട് നമുക്ക് മുക്തിയെ കിട്ടാതെ വരുന്നു. അതുപോലെ ലോഭം, ഇനിയും വേണം എന്ന ചിന്ത, മോഹം, ഈ ലോകം സത്യമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടുള്ള മോഹം, ഇങ്ങനെയുള്ള ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ. ഈ മായയിൽ കൂടുതൽ പോകുന്നവരിൽ ഇത്തരം ദുർഗുണങ്ങൾ പ്രബലമായിരിക്കും. അതുകൊണ്ട് ഈ ദുർഗുണങ്ങളെ ആർക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നുവോ അവർക്ക് മാത്രമേ മുക്തിമാർഗത്തിലൂടെ ചരിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. അതിനും ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം വേണം. ത്വത്കഥാ പീയൂഷപാനവും ചെയ്തുകൊണ്ട് ഉൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച് അനാരതം എല്ലായ്പ്പോഴും അങ്ങയെ ധ്യാനിച്ച് ത്വത്പൂജയും ചെയ്ത് നാമങ്ങൾ ഉച്ചരിച്ച് ഈ പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. നാരദൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ മുഴുവനും അങ്ങയുടെ ചരിതങ്ങൾ പാടിപ്പാടി ഇങ്ങനെ നടക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമ രമാപതേ. പാതിയും പോയതു ഭൂഭാരം. ഇന്ന് കുംഭകർണൻ വധിക്കപ്പെട്ടതോടുകൂടെ ഭൂമിയുടെ ഭാരം പകുതി തീർന്നു. നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊല്ലുകയാൽ ഭൂഭാരം ഇന്ന് നീ ബാധിച്ച, ഭൂമിയെ ബാധിച്ച ആ ബാധ കുംഭകർണനെ നീ കൊന്നുവല്ലോ. ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും സാക്ഷാൽ അനന്തനായിരിക്കുന്ന ലക്ഷ്മണനും നാളെ മേഘനിനാഥനെ കൊല്ലും ആയോധനെ. പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്ന് ജഗത്രയം രക്ഷിച്ചുകൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു, മാനവവീര ജയിക്ക നീ. യുദ്ധം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതിഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോട് അനുവാദവും കൈക്കൊണ്ട് വേഗേന പോയി മറഞ്ഞിടിനാൻ അന്നേരം. ഇങ്ങനെ നാരദ മഹർഷി ആ യുദ്ധക്കളത്തിൽ നേരിട്ട് വന്ന് ശ്രീരാമചന്ദ്രനെ സ്തുതിച്ച് തിരിച്ച് ബ്രഹ്മലോകത്തിലേക്ക് പോയി. ഓം ശ്രീരാമചന്ദ്രായ നമഃ.